ഹായ്, ഉദയഗിരിജ വിഷയത്തിൽ ഞാൻ പിന്നെ മിണ്ടാതായത് എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആക്ച്വലി 2 ദിവസം നല്ല ഹെക്ടിക് ഡേയ്സ് ആയിരുന്നു, ഭയങ്കര തിരക്കുകളായിരുന്നു. അത് മാത്രവുമല്ല, ഈ പറഞ്ഞ പ്രസ്തുത എനിക്ക് ഈ വോയിസ് തന്ന പ്രസ്തുത വ്യക്തി പബ്ലിക്കിൽ അവരുടെ വോയിസ് ഇടുന്നതിനോട് ഒരു എതിർപ്പ്, ഒരു വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്തത്. മാത്രമല്ല, ഈ പ്രശ്നം ഒന്ന് അമിക്കബിളി സോൾവ് ചെയ്ത് തരാൻ പറ്റുമോ എന്നായിരുന്നു അവരുടെ ചോദ്യം. നമുക്കൊരു വിഷയം പൂർണ്ണ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എല്ലാവരും ഇപ്പോൾ അവരെടുത്തു ഇവരെടുത്തു എന്ന് പറഞ്ഞിട്ട് ഉടനെ ചാടി വീണ് എടുക്കുന്ന പരിപാടി എനിക്കില്ല, അത് പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നല്ലൊരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ, അനാഥരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് അത്രത്തോളം എഫർട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്. അത് ഒത്തിരി പേര് പൈസ കൊടുത്തില്ലെങ്കിൽ പോലും അവർ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗ്രേറ്റ്നെസ് തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവർക്ക് പൈസ ഇഷ്ടം മാതിരി കിട്ടുന്നുണ്ട്, ഒരുപാട് പേരെ കയ്യിൽ നിന്ന് അവർ പണം വാങ്ങിക്കുന്നുണ്ട്. അവർ ഫണ്ടിൽ തന്നെയാണ് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 40ഓളം വരുന്ന അനാഥ കുട്ടികൾ അവർ സംരക്ഷിക്കുന്നുണ്ട്. അതിൽ പിന്നെ വൃദ്ധസദനത്തിൽ എത്ര പേരുണ്ടെന്നുള്ള കണക്ക് എനിക്കറിയത്തില്ല. പക്ഷേ CWCയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് 40ഓളം കുട്ടികൾ അവിടെ ഉണ്ടെന്നാണ്. ചിൽഡ്രൻസ് ഹോം നടത്താനുള്ള പെർമിഷൻ അവർക്ക് നിഷേധിക്കപ്പെടണം. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന് അഗൻസ്റ്റായിട്ട് ഞാൻ മാത്രമല്ല ഒരു പറ്റം ആൾക്കാർ കംപ്ലൈൻറ്റും കൊണ്ട് നിൽപ്പുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീയുടെ കുത്തഴിഞ്ഞ ജീവിതമാണ്. അവരൊരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന സ്ത്രീയാണ്. ഞാനല്ല, അവിടെ ജോലി ചെയ്ത പലരും പറയുന്നതാണ്. നമുക്കതിനകത്ത് അഭിപ്രായം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, കാണാതെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. പക്ഷെ ഒരുപാട് പേരുടെ അഭിപ്രായം, പ്രത്യേകിച്ച് അവരെ നേരിട്ട് അറിയുന്നവരുടെ ബന്ധുവായ ഒരു സ്ത്രീയുടെ വോയിസാണ് ഞാനിവിടെ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് അവർ ഒറ്റയ്ക്കായിരുന്നു, മക്കൾ നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ആളെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറയുന്നത് നുണയാണ്. അയാളുമായിട്ട് ഇവർക്ക് മുൻപേ ബന്ധമുണ്ട്, അതിനു മുമ്പ് മറ്റൊരു പുരുഷനുമായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വോയിസിൽ പറയുന്ന ഒരു കാര്യം. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ, ഇവകളുടെ മരുമകളായിട്ടുള്ള ആ കുട്ടിയുടെ കേസ് മുഴുക്ക യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് സത്യമാണ്. ആ കുട്ടി പ്രഗ്നൻ്റ് ആയ ശേഷമാണ് അവൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇവളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം, ആ ദിവസം നോക്കൂ, ഒത്തിരി പേര് പോയപ്പോൾ അവർക്കൊക്കെ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് വളരെ സന്തോഷപ്രദമായി സംസാരിച്ച കുഞ്ഞ് അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത ശേഷം അവിടെ വെയിറ്റ് ചെയ്യുകയും ഇവർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്തെന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ഈ കുട്ടി അവിടെ അനുഭവിച്ചിരുന്നത് വളരെ വലിയ അവഗണനയും അപകടകരമാകുന്ന രീതിയിലുള്ള മോശപ്പെട്ട അവസ്ഥയുമാണ്. ആ കുട്ടിക്ക് മറ്റെങ്ങും പോകാനില്ല, ആരുമില്ല, സംരക്ഷിക്കാനില്ലാത്തൊരു കുട്ടി എന്ത് ചെയ്യും? അത് തന്നെയാണ് ആ മകൾ ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ തമ്മിൽ പിരിയണമെന്നോ കളയണമെന്നോ അല്ല ഞാൻ പറഞ്ഞു. അനാഥയായ ഒരു കുഞ്ഞിന് ജീവിതം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മഹത്തരം പറയുന്ന തള്ള അതൊന്നുമല്ല. ഗതികെട്ട് കെട്ടി, അത്രയേ ഉള്ളൂ. അവിടെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇവൻ സഹകരിക്കുന്ന രീതി തെറ്റാണ്. കള്ള് കുടിക്കുന്നതാണ്, കഞ്ചാവ് കേസുണ്ടെന്നൊക്കെ പറയുന്നത് സത്യങ്ങളാണ്. ഇതൊക്കെ അന്വേഷണ വിധേയമായതിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. പയ്യൻ നല്ല മദ്യപാനിയാണ്. മദ്യപിക്കുക മാത്രമല്ല, നന്നായി ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ആളുമാണെന്നാണ് അവിടെ വർക്ക് ചെയ്തിരുന്നവർ തന്നെ പറയുന്നത്. മുഴുക്ക സത്യങ്ങളാണ് ഈ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് ജോലിക്ക് വന്ന സ്വപ്ന, അവരും എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവരോട് അധികം സംസാരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ 4 ദിവസം കൊണ്ടൊന്നും ആർക്കും ആരെയൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ള ഒരു പോയിന്റിൽ ഞാൻ അവരുടെ കാര്യത്തിൽ അത്ര ഊന്നൽ കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അവിടെ ജോലി ചെയ്ത വർഷക്കണക്കിന് അവിടെ ഉണ്ടായിരുന്ന ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഉദയഗിരിജ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആളുടെ ഭാര്യയാണ്. ഭാര്യ മീൻസ് പുടവ കൊടുത്ത് കെട്ടിയതാണ്. ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. അയാളുടെ ആദ്യത്തെ ഭാര്യ പോവുകയോ മരിക്കുകയോ ഒക്കെ ചെയ്ത സമയത്ത് ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവരെ കെട്ടിയതാണ്. അത് കെട്ടി കൂടെ നിർത്തി അവളുടെ അച്ഛൻ മരിക്കുന്നിടം വരെ അയാളെ നോക്കി, അയാൾക്ക് ചെലവിനും കൊടുത്ത് ഒരുപാട് രീതിയിൽ അവനൊപ്പം നിന്ന ഒരു സ്ത്രീയാണ് അവൻ വേണ്ട എന്ന് വെച്ചിട്ട് ഉദയഗിരിജയ്ക്കൊപ്പം പോയിട്ടുള്ളത്. ഇനി ഉദയഗിരിജ ഇത് അറിയാതെയാണോ എങ്കിൽ നമുക്ക് ഉദയഗിരിജ ഇതിനകത്തുനിന്ന് വിട്ടു നിർത്താം. പക്ഷെ ഉദയഗിരിജ ഇത് അറിഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീക്ക്, ഗിരിജയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം. ഇയാൾ മറ്റൊരു പെണ്ണുമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർക്കിടയിലുണ്ട്. ആ സ്ത്രീ കേസ് കൊടുത്തിട്ടുള്ള കാര്യം ഇവർക്കറിയാം. ഇതെനിക്കറിയത്തില്ലാണ്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, യെസ് എനിക്കറിയാം, അത് ഞാനുമായിട്ട് ബന്ധമില്ല, അവർ തമ്മിലുള്ളതാണ്, അവർ തമ്മിൽ തീർക്കട്ടെ എന്ന്. പിന്നെ എന്തിനാണ് സ്ത്രീയെ നിങ്ങൾ അവരെ കടന്ന് വിളിക്കുന്നത്? അപ്പോഴും ഞാൻ മൗനമായിട്ട് 2 ദിവസം വിട്ടതെന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. സാറ് 2 ലക്ഷം രൂപയില്ലേ, കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ചിലവാക്കാനില്ലേ? അവരവരുടെ റൈറ്റ്സ് ആണ് ചോദിച്ചത്, അവരുടെ ആവശ്യമാണ് ഉന്നയിച്ചത്. ആ പൈസ കൊടുത്ത് കോംപ്രമൈസ് ചെയ്തതെങ്കിൽ ഈ സൈഡിൽ നിന്നൊന്നും വരത്തില്ലായിരുന്നു. ഞാൻ മൗനമായിട്ടിരുന്നത്, ഞാൻ വിട്ടുകളഞ്ഞേനെ. പക്ഷേ CWCയുടെ ഇഷ്യൂമായിട്ട് ഞാൻ മുൻപോട്ട് പോവുക തന്നെ ചെയ്യുന്നതിൻ്റെ കാരണം 40 കുഞ്ഞുങ്ങൾ ബാധിക്കപ്പെടുന്നുണ്ട്. നിന്റെ മകൻ
ഉൾപ്പെടെ അവിടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. ആ കുട്ടികൾ ആരും സേഫ് അല്ല. 18 വയസ്സായ കുഞ്ഞുങ്ങളെ അതിൽ കൂടുതൽ അവിടെ നിർത്തേണ്ട കാര്യമില്ല. ഇവരവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് മോശപ്പെട്ട രീതിയിലുള്ള സംഗതിയാണ്. അവിടെ ഉള്ളവർ അന്വേഷണ വിധേയമായി അവിടേക്ക് പോയാൽ മനസ്സിലാകുന്നതാണ്. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ റെസ്ട്രിക്ഷൻ വെക്കുന്ന തള്ളയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. അത്തരത്തിലുള്ള ഒരു കാര്യവും പറയാനോ അങ്ങനെ കാണിക്കാതിരിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല. നിങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടീസിനെ തന്നെയാണ് നോക്കുന്നത്, അല്ല നിങ്ങളുടെ പൊതു സ്വത്തല്ല അത്. ആ കുഞ്ഞുങ്ങൾ പൊതുസമൂഹത്തിൻ്റെതാണ്. ആ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ വലിയ രാജകുമാരി ആകത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അന്വേഷിച്ച് ഈ വിഷയം എടുത്തിരിക്കുന്ന അധികാരിയുമായി സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. ഞാൻ അതൊക്കെ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ അതൊന്നും പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ആ സ്ത്രീയുടെ വോയിസ് പറയാം. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാൻ പോകുന്നത്. അനാവശ്യമായിട്ട് ആരുടെയും പ്രശ്നങ്ങളിലേക്ക് പോയി തലയിടാൻ താല്പര്യമില്ല. എന്നാലും നമ്മൾ കേട്ട കാര്യം പറയണം. അപ്പോൾ ഇതൊന്ന് കേൾക്കാം. കാരണം ചേച്ചിയുടെ ലൈവ് ആരോ ന്യായീകരിച്ചോട്ടെ ചേച്ചി, ഒരിക്കലും ചേച്ചി അവനെ ന്യായീകരിക്കരുത്. കാരണം ചേച്ചിയുടെ ലൈവ് കാണുമ്പോഴും ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഭയങ്കര സ്നേഹമുണ്ട്, ഒരു കൂടപ്പുറപ്പെന്നുള്ള. അപ്പം ചേച്ചി അങ്ങനെ ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഭയങ്കര സങ്കടം. അതുകൊണ്ടാണ് ചേച്ചിയുടെ ലൈവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ സേവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. ഇതൊരിക്കലും പുറത്ത് എൻ്റെ വോയിസോ കാര്യങ്ങളോ പുറത്ത് വിടാനല്ല. പുറത്ത് വിട്ട് കഴിയുമ്പോൾ അതെൻ്റെ മോടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയില്ല ചേച്ചി എന്താ ചെയ്യേണ്ടാത്തതെന്നൊന്നും അറിയത്തില്ല. അത്രമേൽ ഞാൻ എച്ചിപ്പാത്രം കഴുകി കഷ്ടപ്പെട്ട പൈസയാണ് അയച്ചതിൻ്റെ തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പൈസ അയച്ചതിൻ്റെ ഓരോ മാസവും പൈസ അയച്ചതിൻ്റെ സ്കൂട്ടറൊക്കെ അവൻ വിറ്റ് 34,000 രൂപയ്ക്ക് വിറ്റിട്ട് അവൻ പുട്ടടിച്ച് തിന്നു. എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് ഷൈജുവിനെ അറിയത്തില്ലായിരുന്നു. ഷൈജുവിനെ ഇപ്പോഴും അറിയുന്നത് അവർ 14 വർഷം കൊണ്ട് ഭർത്താവില്ലാതെ ജീവിച്ചാണെന്ന്. അവർ എത്ര ആണുങ്ങളുടെ കൂടെ ജീവിച്ചതെന്നറിയാമോ? നേരിട്ട് എനിക്ക് തെളിവ് സഹിതം എനിക്ക് നിരത്താൻ പറ്റും ചേച്ചി അവർ ജീവിച്ച ആണുങ്ങളുടെ. കാരണം 12 വർഷം അവരുടെ കൂടെ ജീവിച്ച് 14 വർഷമായി ഭർത്താവ് മരിച്ചിട്ട് 12 വർഷം കൊണ്ട് അവരുടെ കൂടെ ജീവിച്ച രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ ഫ്രണ്ടാ. ഈ വാട്സപ്പിനകത്ത് എൻ്റെ ഫ്രണ്ടാ. ഇന്നലെയും കൂടി ഈ നിമിഷം കൂടി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ കൂടി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നടുവ് ഞാൻ ഓടിച്ചതാ. അത് ചേച്ചിക്ക് മനസ്സിലാവില്ല പറയുന്നതിൻ്റെ പോയിന്റ് എന്താണെന്ന്. നടുവ് ഞാൻ ഓടിച്ചതാ. പക്ഷെ എന്നിട്ടും തീർന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ വഴിക്ക് പോട്ടെന്ന്. ഇപ്പോൾ ഇവർ എന്നോട് സംസാരിക്കുമ്പോൾ ഇവർ തുടങ്ങിയ വിഷയം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത് ഇവർക്ക് മാത്രമല്ല, കുറേ അധികം മെസ്സേജ് വന്നതിൽ ഒരു മെസ്സേജാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത്. 12 വർഷം അവർക്കൊപ്പം ജീവിച്ച സ്ത്രീക്ക് അവരെന്താണെന്ന് അറിയാം. ഞാൻ അവരെ പുകഴ്ത്തിയെന്നാണ്. ഞാൻ അവരെ പുകഴ്ത്തുകയല്ല ചെയ്തത്. അതൊരു വലിയ അറ്റംപ്റ്റാണ്. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഞാൻ NGO അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ചെയ്യാൻ മനസ്സുള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മളിപ്പോൾ സദാചാരവാദമൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളവരോടെ ജീവിക്കാം, ഇഷ്ടമുള്ളത് കണക്ക് ജീവിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചൈൽഡ് ഹോം നടത്താൻ അവർ എലിജിബിൾ അല്ല. അതാണ് ഇതിനകത്തുള്ള മോറൽ സൈഡ്. അവർക്ക് എലിജിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ അവരെ കണ്ട് വളരാൻ പാടില്ല. ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയായ ദിശയിലേക്കല്ല. അതുകൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇവരുടെ വോയിസ് CWCക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട്. കാര്യകാരണ സഹിതം ഞാൻ പറ്റീഷനും കൊടുത്തിട്ടുണ്ട്. കൃത്യമായ നടപടി അവിടെ നിന്ന് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. കാത്തിരിക്കുകയാണ്. അറിയാം, വരും ദിവസങ്ങളിൽ അറിയാം. 40 കുട്ടികളുടെ ജീവനെ ബാധിക്കുന്ന, ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ഒരു കോംപ്രമൈസ് സംസാരത്തിന് ഞാൻ തയ്യാറായിരുന്നു. അവർ തയ്യാറല്ല. പക്ഷേ ഇനി അവർ വന്നാലും എനിക്ക് തയ്യാറല്ല. കാരണം കുട്ടികളുടെ വിഷയം അറിഞ്ഞതുകൊണ്ടാണ്. അതുവരെ ഞാൻ അത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ സ്ത്രീയുടെ കാര്യം മാത്രമേ കേട്ടിരുന്നുള്ളൂ. എത്ര കുട്ടികൾ അവിടെ ഉണ്ടെന്നും എന്താണ് അവരുടെ നടത്തിപ്പെന്നും ഒക്കെ അന്വേഷിക്കാൻ അവിടെ പോയ ആളിനെ തന്നെ ഞാൻ സമീപിച്ചിരുന്നു. ചങ്ങാതി കൂട്ടത്തിൻ്റെ ബിനീഷിനെ വിളിച്ചിരുന്നു. ബിനീഷ് കുറേ അധികം കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത് സേഫാണ്. ഞാനതൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യും. ഇപ്പോഴല്ല. ഇപ്പോൾ ഇത് മാത്രം കേൾക്കുക. 12 വർഷം ഇവർക്കൊപ്പം ജോലി ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുക. എന്തുകൊണ്ട് അവരുടെ പേര് റിവീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ട്. ആ മകളെ കെട്ടിച്ചു കൊടുത്തതിൽ അവരൊരുപാട് കടത്തിലാണ്. അതുമാത്രവുമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരെ വെച്ചുപയോഗിക്കുക മാത്രമല്ല, അവരെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയ ഒരു വൃത്തികെട്ടവനായിരുന്നു. അവനെ സോപ്പിട്ട് ഇവരടിച്ചു മാറ്റി ആ സ്ത്രീയെ പിടിച്ച് പുറത്താക്കി. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവനെ വേണമായിരുന്നെങ്കിൽ, അവൻ്റെത് അത്രയും നല്ല സാധനമായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവൾക്ക് അവളുടെ പണം കൊടുക്കണമായിരുന്നു. അവൾ കഷ്ടപ്പെട്ട പണം അവൻ കൊണ്ടുപോയി നക്കിയിട്ടുണ്ട്. അത് അയച്ചു കൊടുത്തതിൻ്റെ തെളിവ് അവരയിലുണ്ട്. അവളുടെ അഭാവത്തിൽ അവളുടെ ഭർത്താവായിരുന്ന മനുഷ്യനെ അടിച്ചു മാറ്റിയിട്ട് ഒരു ന്യായവുമില്ലായിരുന്നു തള്ളി മറിക്കുന്ന തള്ളയെ കാണുമ്പോൾ പുച്ഛം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ആദ്യം മുതൽ ഇവർ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. എനിക്കൊന്ന് മാത്രമേ ഉള്ളൂ ശ്രീജെ. എനിക്ക് അമ്പിളിയോട്
അമ്മയോടാണെങ്കിലും എല്ലാവരും പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇത് അവരുടെ ഒരു കൂട്ടുകാരിക്ക് അവരയച്ച വോയിസ് ആണ്. അത് എനിക്ക് അവർ അയച്ചു തന്നതാണ്. അത് കേൾക്കാം. കാരണം ഗിരിജ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഗിരിജയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി. അമ്പിളി എന്ന് പറയുന്നത് ഗിരിജയുടെ മറ്റൊരു പേരാണ്. ഇതൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ അവന് 2 വീലറിന് 10,000 കൊടുത്തിട്ടുണ്ട്, ഫോൺ വാങ്ങിക്കാൻ 20,000 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം പല കാര്യങ്ങളായിട്ട് മന്ത്ലി ഇത്ര വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതാണ്ട് മൊത്തത്തിൽ വണ്ടിയുടെ ഫീസ് അടഞ്ഞു തീർന്നതും ഇവരുടെ കുടുംബത്തിലേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അയച്ചതൊക്കെ ചേർന്ന് ഏതാണ്ട് 2 ലക്ഷം രൂപ. വണ്ടി വിറ്റ 30,000 രൂപയ്ക്ക് ഞാൻ എടുത്തു കൊടുത്ത വണ്ടി വിറ്റത് സഹിതം ഏതാണ്ട് അത്രയും പൈസയോളം എനിക്ക് തരാനുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അതിൽ എനിക്ക് എത്ര തരാൻ കഴിയുമോ അത്രയും എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. അപ്പോൾ ഇവരുടെ പൈസയുടെ കണക്കാണ്. അത് ഞാൻ സ്പീഡ് ഇട്ടുകൊണ്ട് കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ സ്ലോയിലിടാം, കേൾക്കുക. എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ ശ്രീജെ, എനിക്ക് അമ്പിളിയോടാണെങ്കിലും എല്ലാവരോടും പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇവരുടെ ഇതൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ അവന് 2 വീലറിന് 10,000 കൊടുത്തിട്ടുണ്ട്, ഫോൺ വാങ്ങിക്കാൻ 20,000 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം പല കാര്യങ്ങളായിട്ട് മന്ത്ലി ഇത്ര വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതാണ്ട് മൊത്തത്തിൽ വണ്ടിയുടെ ഫീസ് അടഞ്ഞു തീർന്നതും ഇവരുടെ കുടുംബത്തിലേക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അയച്ചതോടെ ചേർന്ന് ഏതാണ്ട് 2 ലക്ഷം രൂപ. ഇവൻ വണ്ടി വിറ്റ 30,000 രൂപയ്ക്ക് ഞാൻ എടുത്തു കൊടുത്ത വണ്ടി വിറ്റത് സഹിതം ഏതാണ്ട് അത്രയും പൈസയോളം എനിക്ക് തരാനുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി എനിക്ക് അയച്ച രണ്ടാമത്തെ മെസ്സേജാണ്. ആദ്യത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടല്ലോ. അവൻ്റെ അച്ഛനെ നോക്കി എൻ്റെ അവകാശവും പറഞ്ഞ് അവർ വന്നിരുന്ന് വീഡിയോ ചെയ്തു. അച്ഛനും അമ്മയും കല്യാണത്തിന് വരാഞ്ഞത് ഇതുകൊണ്ടാണെന്ന്. ഒരിക്കലും അല്ല. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞ് അവൻ്റെ അച്ഛനെ നോക്കിയതും അവൻ്റെ അച്ഛനെ ചികിത്സയ്ക്ക് നോക്കിയതും അവൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും എല്ലാം ഞാനുണ്ട്. ഞാനാണ് അച്ഛൻ്റെ അസ്ഥി 16 ദിവസം വരെ കാവലിരുന്ന് നോക്കിയത്. ഞാനാണ്. അത്രമേൽ ഇത് സ്നേഹത്തോടെ ഇവൻ എനിക്ക് സെറ്റിസ്ഫൈ തന്നാണ് അവൻ്റെ വീട്ടിൽ കൈപിടിച്ച് കയറ്റിയത്. ഇവൻ കാരണമാണ് എൻ്റെ കൂടെ നിന്ന ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തി പോയത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേച്ചി. ഇതിനകത്ത് ആരും നല്ലവരൊന്നും അല്ല. പക്ഷേ ഇവൻ ഫ്രോഡാണ്. ഇവൻ പോസ്കോ കേസിൽ പ്രതിയെ ഒളിപ്പിച്ച് വെച്ചിരുന്നവനാണ്. അതേപോലെ തന്നെ ഇവൻ പണം കണ്ടുകൊണ്ടാക്കി ഇറങ്ങുന്നത്. എനിക്ക് തന്നെ 2 ലക്ഷം രൂപയോളം തരാനുണ്ട് ഇവൻ. ഞാൻ പിന്നെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചതാണ്. എന്നിട്ട് പോലും ഇവൻ പുല്ല് വരെയായിട്ട് ഇപ്പോൾ ഇവൻ മത്സരിച്ചതാണ്. കാരണം എന്നെ കാണിക്കാൻ വേണ്ടി കെട്ടിച്ചതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് +2 പഠിക്കുന്ന ഒരു പെണ്ണിനെ ഒരു പെണ്ണും അതിൻ്റെ തള്ളയും കൂടി ഇവൻ അവൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുമായിരുന്നു. അതിനെ അടിച്ചിറക്കി കളഞ്ഞു. പിന്നെ ഇവൻ്റെ വല്യച്ഛൻ്റെ മോളെ കൂടായിരുന്നു ഇവനിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. വല്യച്ഛൻ്റെ മോളെന്ന് പറയുന്ന വല്യച്ഛൻ്റെ മോളല്ല, വല്യച്ഛൻ്റെ ഭാര്യ 2ാമത് കല്യാണം കഴിച്ചിട്ടുള്ള അവരുടെ കൂടെ ഒരാൾ നിന്നതിലുള്ള ഒരു മോള്. വല്യച്ഛന് 2 പെൺപിള്ളാരേ ഉള്ളൂ. എന്നാൽ എൻ്റെ അറിവ് എനിക്കറിയില്ല വല്യച്ഛൻ്റെ മോളാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നത്. ഇവൻ്റെ ബന്ധുക്കൾ ആരും ഇവനോട് അധികം സഹകരിക്കത്തില്ല. ഇവൻ ഫ്രോഡാണ്. ഇവൻ ഭയങ്കര ഫ്രോഡാണ്. ഇവൻ കാര്യം കഴിഞ്ഞ് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ട് അവൻ കളഞ്ഞു. പിന്നെ ഞാനിത് വെളിയിലേക്ക് വരാത്തതിൻ്റെ കാര്യം എൻ്റെ മോടെ ഭാവി പോകും. കാരണം എനിക്ക് വേറെ ആരുമില്ല. ഞാൻ അത്രത്തോളം എച്ചിപ്പാത്രം കഴിയാണ് എൻ്റെ ഒരു മോളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മോടെ ഭാവി പോകും. പക്ഷേ ചേച്ചി പോലുള്ളവർ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തപ്പം അവനെ ന്യായീകരിക്കരുത്. അവൻ ഫ്രോഡാണ്. അവൻ പോസ്കോ കേസിൽ പ്രതിയെ ഒളിപ്പിച്ച വ്യക്തിയാണ്. അവനിപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് അറസ്റ്റ് ചെയ്തതാണ്. മൊത്തത്തിൽ പോസ്കോ കേസിൽ പ്രതിയെ ഒളിപ്പിച്ചതിന്. അത് 18 വയസ്സുള്ള കൊച്ചിനെ അങ്ങോട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അവൻ്റെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ അവൻ എടുത്ത വീടിനകത്ത് അവൻ അവരെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും കൂടാണ് അടവണത്. അവൻ്റെ കയ്യിലില്ലാത്ത തൊട്ടിത്തരമൊന്നുമില്ല. ഒരുപാട് കേസിൽ ഗുണ്ടാധിസ്റ്റിലൊക്കെ ഉള്ളവനാണ് അവൻ. അവനിപ്പോൾ കയറി നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഇത് കണ്ടിട്ടാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 11 വർഷം കൊണ്ടൊന്നല്ല, ഇവർക്ക് അതിന് ശേഷം ഇവർ തങ്ങളിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അവൻ ആ സ്ഥാപനത്തിൽ ഡ്രൈവറായിട്ടൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ, നിങ്ങൾ പറയുന്ന പോലെ രാജേഷെണ്ണം രാജേഷ് എന്ന് പറയുന്ന വിജിലൻ്റ്. രാജേഷെണ്ണം മരിച്ചു കഴിഞ്ഞപ്പോഴല്ല, രാജേഷെണ്ണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം 12 വർഷമായിട്ട് രാജേഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജരുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവർ. ഇപ്പം മരുമോൻ വന്ന് മോള് പെണ്ണ് കെട്ടിയതിന് ശേഷമാണ് മരുമോൻ വന്ന്. അവർ ജീവിച്ച വഴി കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. കാരണം ബന്ധു എന്ന് മാത്രമല്ല, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും കൂടെയാണ്. രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇവർ ജീവിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടു വളരുന്നത് ആരാണ്? അവിടെ തന്നെയല്ലേ ഇവർ താമസവും. അപ്പോൾ ബാക്കി കുഞ്ഞുങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അരം കഴിഞ്ഞ ജീവിതം നയിക്കുന്നവർക്കൊന്നും കുട്ടികളെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശേഷമാണ് മരുമോൻ വന്ന് രാജേഷിനെ അടിച്ച് പുറത്ത് കളഞ്ഞത്. ഇപ്പം മരുമോൻ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറ് ആ പയ്യൻ്റെ പേരിൽ ലോൺ എടുത്തിരിക്കുന്ന കാറാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള CC ഒന്നും അടയ്ക്കാതെ അവർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സ്കൂട്ടർ അവരുടെ ഒരു ചേട്ടത്തി, ഉദയഗിരി ചേട്ടത്തിയുടെ പേർക്ക് ലോൺ എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ഥാപനം പെർഫെക്റ്റാണ്. ഈ സുനിലെന്ന് പറയുന്ന ചെറുക്കൻ സുനിലെന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ ജീവിച്ചതാണ് അമ്പിളി. അന്നേരം ഞാനും ഷൈജുവും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചതാണ്.
അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ നിന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞു, നിന്നോട് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തോണ്ടാ പറയാഞ്ഞ്, ഷൈജുവായിട്ട് എനിക്ക് പ്രേമോ അല്ല, അങ്ങനല്ല ഇങ്ങനല്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, നട്ടലുള്ളവരാണെങ്കിൽ പ്രേമോ അല്ലാതെ പിന്നെ എന്തുവാ, എൻ്റെ പൈസ തന്നിട്ട് പോകണമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ വെളിയിൽ ഇറങ്ങിയിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. ഇപ്പം ഞാനിത് ചേച്ചിയോട് പറയുന്നത് വെച്ചാൽ, ഈ അച്ഛൻ്റെ പേരിൽ വന്നിരുന്ന് ന്യായീകരിച്ചു. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനെ സംരക്ഷിച്ചത് ഞാനാണ്. അവരുടെ വീട്ടുകാർക്ക് പോലും അതിന് അവകാശം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ മരുമോളായിട്ട് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണ്. ആ വീട്ടിൽ ഞാൻ വരുമ്പോൾ അച്ഛനെ ഓണത്തിന് പട്ടിണിക്ക് ഇട്ടിട്ട് ആ ഭാര്യ തിരുവനന്തപുരത്ത് അവരുടെ ആങ്ങളുടെ ഭാര്യയ്ക്ക് ചെവി ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുക. ആ അച്ഛന് ഓണക്കോടി എടുത്തു കൊടുത്ത് ആഹാരം വെച്ച് കൊടുത്ത് ഏതാണ്ട് 2-3 വർഷക്കാലം ആ വീട്ടിൽ ഒരു ഭാര്യയുടെ ധർമ്മമായിട്ട് ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചോളാം. അവസാനം എല്ലാം കഴിഞ്ഞ് അവൻ്റെ അടുത്ത് പുറത്ത് കളഞ്ഞു. അതിന് കാരണക്കാരി ഗിരിജ തന്നെയാണ്. ഗിരിജ എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ ഗൾഫിലോട്ട് പറയുകയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ തങ്ങളിൽ കോൺടാക്റ്റിലായിരുന്നു. പിന്നെ ഇപ്പോൾ കല്യാണം ആയപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞത്. എനിക്കതിലൊന്നും വിഷമമൊന്നുമില്ല ചേച്ചി, ഒരു വിഷമമില്ല. പക്ഷേ എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ എനിക്ക് തോന്നിയോണ്ട് ഇത് ചേച്ചിയോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. അവരുടെ സ്ഥാപനം ഓക്കെ, ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ചിൽഡ്രൻസ് ഹോമിൽ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ടാണ് എംപ്ലോയിയുടെ കൂടെ നിന്ന് സുനിൽ പോയിട്ടുള്ള അവരൊക്കെ സ്വന്തമായിട്ട് ജീവിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്നു. അതീലെ പെണ്ണിനെ തന്നെയാണ് അവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഒളിച്ചു ഓടുമായിരുന്നു സ്ഥാപനത്തിനകത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി സ്ഥാപനത്തിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊന്നുമില്ല. ഞാൻ അതിൽ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ അതിൽ സ്ഥാപനത്തിലുള്ള ഒരു കുട്ടിയെ അടിച്ചു മാറ്റിക്കൊണ്ട് ഓടുകയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ? ഒരു പെൺകുട്ടിയുടെ കഥ അത്. 2 ഇവരുടെ മകൻ, അതായത് 18 ആകുന്നതിന് മുമ്പ് തന്നെ കൊച്ചിനെ വയറ്റിലാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അടി വഴക്ക്. ഇവർക്ക് ഒട്ടും സമ്മതമില്ലായിരുന്നു മകനുകളെ കല്യാണം കഴിക്കുന്ന. ഇവർ എതിർത്തതാണ്. ആ കാണിക്കുന്നത് മുഴുക്ക നാടകമാണ്. മുഴുക്ക നാടകമാണ് ആ സ്ത്രീനകത്ത് കാണിക്കുന്നത് മുഴുക്കെ. അപ്പോൾ ഇത് മാത്രവുമല്ല, അന്വേഷണ വിധേയമായ അകത്തു പോയ ഒരാൾ അത് മനസ്സിലാക്കി തന്നെ കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് CWCക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നാൾ വഴി അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവൾ ഇതിനു മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നോ, കൊച്ചിൻ്റെ ഹാർട്ടിൽ ഓട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് സാധൂകരിക്കുന്ന, ന്യായീകരിക്കുന്ന, പണം വാങ്ങി ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന ഹോസ്പിറ്റലുകാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന് ഓർത്തോളൂ, ഞങ്ങൾ യോജിച്ച് നിന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവളെ മെഡിക്കൽ ടെസ്റ്റിന് വിടും. ആ മെഡിക്കൽ ടെസ്റ്റിൽ കൃത്യമായി ബോധ്യപ്പെടും 8-ാം മാസമാണോ പ്രസവിച്ചത് അതോ നല്ല പോലെ തന്നെയാണോ. ഇവൾ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നുള്ള തെരുവ് ഉൾപ്പെടെ വിവരാവകാശം വെച്ചാൽ കിട്ടുന്ന കേസുകളാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഞാൻ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒത്തിരി പേര് എൻ്റെ പിറകിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അവർ കൊണ്ടുവരട്ടെ. എൻ്റെ ഭാഗത്ത് എന്താ, ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് കൂടുതലായിട്ട് തരാനുള്ളത്. കൂടെ ഗിരിജയോട് ഞാൻ ഇക്കാര്യം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ അവരുടെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യൂ. 2 lakhs ആണ് അവർ ചോദിക്കുന്നത്. അത് അവർ കണക്കുൾപ്പെടെയാണ് പറയുന്നത്. അവർ എത്ര രൂപ വണ്ടിയുടെ കേസ് ഇതെല്ലാം കൂടെ 2 lakhs ആണ് അവർ ചോദിക്കുന്നത്. അവരുടെ പൈസ അവർക്ക് കിട്ടണത് ന്യായമായ ഒരു ആവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും നാട്ടുകാർ പറഞ്ഞില്ലെങ്കിലും അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം തെളിവില്ലാത്തൊരു കാര്യത്തിന് അവർക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഗിരിജ തന്നെ സമ്മതിക്കുന്ന വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിലുണ്ടത്. അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ കടിച്ച് പിടിച്ചോണ്ട് എൻ്റെ അടുത്ത് അടിക്കാനാണ് കയറുന്നത്. എന്തിനാണോ എന്തോ, ഞാൻ എന്തിനു ചെയ്തിട്ടാണോ എന്തോ കാര്യമാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ആരാ അത് ചോദിക്കാനെന്ന്. പൊതുജനം ചോദിക്കും തള്ളേ, അതങ്ങനെയാണ്. പൊതുജനം ചോദിക്കും. നിങ്ങൾ അരങ്ങഴിഞ്ഞ് തോന്നിയാണൊക്കെ ജീവിക്കുന്ന നിങ്ങൾക്ക് കുട്ടികളെ വളർത്താനുള്ള യോഗ്യതയില്ല. കുഞ്ഞുങ്ങൾ സേഫ് അല്ല. കാരണം 16 വയസ്സാകുമ്പോൾ തന്നെ അവിടെ നാളെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൻ കൊണ്ടുപോയ പെണ്ണിൻ്റെ വയസ്സെത്ര അതും ഇവർ പറയുന്നുണ്ട്. അതെന്നെ കൊണ്ട് പറയിക്കരുത്, തെളിവുൾപ്പെടെ കൊണ്ടുവരും. സ്വസ്ഥമായി ജീവിക്കുന്ന കുട്ടികളായതുകൊണ്ടാണ് വെറുതെ വിടുന്നത്. പക്ഷേ അതങ്ങനെ വെറുതെ വിടാനൊക്കത്തില്ല. 18 അണ്ടറിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കൂട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. ഇതിൽ കൂടുതൽ സഭ്യമായ ഭാഷയിൽ എനിക്കിത് അവതരിപ്പിക്കാൻ അറിയത്തില്ല. വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. എനിവേ ബാക്കിയും കൂടെ കേൾക്കാം. പേഷ്യന്റിനെ പുഴു വരെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ ജോലിയും സ്ഥാപനത്തിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ട് 100 രൂപ പിരിച്ചു കഴിഞ്ഞാൽ 30 രൂപ നമുക്ക് 60 രൂപ അവർക്കും അങ്ങനെ. പിന്നെ 50% കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തി. അതിലൊന്നും എനിക്കൊരു വിഷയമില്ല ഈ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവർ വന്നിരുന്ന് അടിച്ചിറക്കുന്ന പച്ചക്കള്ളം, അവൻ സാധാരണപ്പെട്ട കുടുംബത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നത്. അതൊക്കെ വെറും നുണകളാണ്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നോട്ടീസ് അടിച്ചിറക്കി ആളുകളെ ഫീൽഡിലേക്ക് വിടും. ഫീൽഡിൽ പോയി ആളുകൾ പൈസ പിരിച്ചു കൊണ്ടുവരും. അതിൽ 30% കമ്മീഷൻ. 100 രൂപ കിട്ടിയാൽ 30 രൂപ അവർക്ക് എടുക്കാം. 70 രൂപ കൊണ്ടുവന്ന് കൊടുക്കണം. എത്ര രൂപ കിട്ടിയെന്നുള്ളതിൻ്റെ റെസിപ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത് അത് നോക്കി അവർ നല്ലൊരു തുക അങ്ങനെയും അവർ സമ്പാദിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ നല്ല പൈസ അടിച്ചു മാറ്റലുകൾ അവിടെ നടക്കുന്നുണ്ട്. നല്ല ബിസിനസ്സാണ്, ചാകരയാണ്. അതുകൊണ്ടാണ് അവരത് വിട്ടുപോകാത്ത. അല്ലാതെ ഞാൻ പറഞ്ഞ കണക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല ബിഹൈൻഡ് എന്നുള്ളതാണ് വസ്തുത. മകന് വീട് വെച്ച് കൊടുത്തിരിക്കുന്നു. സർവ്വസന്നാഹത്തോടു കൂടി മക്കളെ നല്ലതുപോലെ ആക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഈ ചാരിറ്റി തന്നെയാണ്.
നന്മ മരമായാൽ മതി ഈസി. തെളിവ് ഒരുപാടില്ല. ഫിറോസ് കുന്നം തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പേര് തെളിവുകളുണ്ട്. നന്മ മരം നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ അത് ഭാവിയിൽ നമുക്ക് ദോഷമായിട്ട് തന്നെ വരും. ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാരെ പറ്റിച്ച പണത്തിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ എതിർഗൻസ്റ്റായിട്ട് പറയുന്നത്. ഇവരെ കുറിച്ച് പറയണം ചേച്ചി. കാരണം എന്താ വെച്ചാൽ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ മോളെ ഏതോരുത്തരുടെ ബാത്റൂമിൽ കിടന്ന് പിടിച്ചു, അതുകൊണ്ടാണ് അവനെ കല്യാണം കഴിപ്പിച്ചതെന്ന് സഹിതം ഇവർ പോസ്റ്റ് അടിച്ചിറക്കി. അത്രത്തോളം മോശമായ രീതിയിൽ ഇവർ പറഞ്ഞുണ്ടാക്കി ചേച്ചി. എൻ്റെ മോളെ ഒരുത്തൻ്റെ കൂടെ കിടന്നിട്ടാണ് കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത്. എൻ്റെ മോളെ കല്യാണം 2023 സെപ്റ്റംബറിലാണ് 2022 സെപ്റ്റംബറിലാണ് എൻ്റെ മോളെ നിയമപരമായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. കാരണം മോൻ്റെ ഫാമിലി കുറച്ച് ഹൈ ഫാമിലി ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് മോളെ കെട്ടിച്ചു കൊടുക്കണം, അവർക്ക് അനാഥയായിട്ട് ഒരു കുഞ്ഞിനെയാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ഫാമിലിയെ മോളെ മാമോദീസ മുക്കി ഞാൻ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. സിൽവസ്റ്റർ പൊന്നുമുത്തൻ, പുനലൂർ രൂപത സിൽവസ്റ്റർ പൊന്നുമുത്തനാണ് മോളെ മാമോദീസ മുക്കിയത്. മലങ്കര കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ് ആണ് അവർ. മോള് നല്ല ഭംഗിയായിട്ട് അവരുടെ കുടുംബത്തിൽ രാജകുമാരിയെ പോലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മോളെക്കാൾ സ്നേഹത്തോടെ അവർ സംരക്ഷിക്കുന്നത്. പിന്നെന്താ പറയുക. അപ്പം എന്നിട്ട് 2022 മോളെ എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു അവരുടെ ആൾക്കാരൊക്കെ ഭയങ്കര ഹൈ ലെവൽ ആൾക്കാരാണ്, അന്നേരം അവർക്കൊന്ന് കല്യാണമായിട്ട് നടത്തി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ 2023 ജനുവരിയിൽ ഞാൻ അവളെ പള്ളിയിൽ വെച്ചിട്ട് വലിയ രീതിയിൽ ഗ്രാമിച്ചു. അത്ര സങ്കടമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴല്ലോ ചങ്ക് പൊട്ടിപ്പോകുന്നു. കാരണം ചേച്ചിക്ക് 2 മക്കളില്ലേ, അത് കൊണ്ടിട്ട്. അല്ലാതെ ഇവനെ ഒന്നും ഒരിക്കലും നമുക്ക് ഇത് വേണ്ട. എനിക്ക് പൈസ എൻ്റെ കുഞ്ഞ് അനുഭവിക്കേണ്ടത് മൊത്തം മേടിച്ചോണ്ട് പോയി തിന്ന് പൊയ്ക്കോട്ടെ. സമൂഹത്തിൽ ലോകത്തിൽ എത്രയോ പാടിലോറികൾ ലോകത്തിൽ കൂടെ നടക്കുന്ന ചേച്ചി. അവൻ്റെ തലയിൽ കയറും, ഏതെങ്കിലും ഒരെണ്ണം ഒരു സമയത്ത് കയറും. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇനി ഒരു പെണ്ണിനും ഇതോടവൻ പൂട്ടപ്പെടണം. ഇനി ഒരു പെണ്ണിനും അവൻ്റെ ഗതി ഉണ്ടാവരുത്. പിന്നെ എന്നെക്കുറിച്ച് എന്ത് ഗോസിപ്പ് എവിടെയും അടിച്ചിറക്കിക്കൊണ്ട് എനിക്കത് വിഷയമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിനെ തൊട്ട് കളിക്കുന്നത് അന്തിമ തൊടലാണ്. ഇനി അവരെന്നെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരും ചേച്ചി. സകല തെളിവുമായിട്ട് വരും. ഇതൊന്നുമല്ല, എല്ലാം അടച്ചു പൂട്ടിക്കാനുള്ള സകല തെളിവുകളുമായിട്ട് ഞാൻ വരും. കാരണം ഞാൻ അത്രത്തോളം കണ്ട് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഈ വ്യക്തി 14 വർഷം ഭർത്താവില്ലാതെ ജീവിച്ചൊന്നുമല്ല. 14 വർഷവും അയിത്തെന്ന് പറയുന്നു, സുനിലെന്ന് പറയുന്നു, ബിജു എന്ന് പറയുന്നു, അതേപോലെ രാജേഷ് 12 വർഷം രാജേഷിൻ്റെ കൂടെയും രാജേഷിൻ്റെ കൂടെ നിൽക്കെ തന്നെ തിരുവനന്തപുരത്ത് ഭയങ്കര കോടീശ്വരനായ അയിത്തെന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ താമസിച്ച് അവൻ ഇവിടെ മോൻ അവൻ്റെ തലമണ്ടയൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിന് ശേഷം അതേപോലെ തന്നെ പല കാര്യങ്ങളും. അതേപോലെ ഈ അനാഥാലയത്തിനകത്ത് പെൺകുട്ടികൾ 4 ബംഗാളികളെ അനാഥാലയത്തിനകത്ത് കൊണ്ട് ഒളിപ്പിച്ച് അവസാനം അടൂർ പോലീസ് സ്റ്റേഷനിൽ പിള്ളേർ ചോറും കൊണ്ട് പോകുന്ന CCTVക്കകത്ത് കണ്ട് ഇവള് കയ്യോടെ പൊക്കി അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് ആ പിള്ളേരെ പുറത്താക്കി അമ്മമാരെ പറഞ്ഞു വിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെളിവ് കൊണ്ടുവരാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ചേച്ചി. പക്ഷേ എനിക്കിതൊന്നും വേണ്ട. പക്ഷേ എൻ്റെ മോളെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചേച്ചിയോട് ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും ചേച്ചി അനാഥാലയത്തിൻ്റെ പേര് വീഡിയോ ചെയ്യുന്നത് സന്തോഷമേ ഉള്ളൂ. അവർ അനാഥാലയത്തിന് നന്മകൾ വരട്ടെ നിൽക്കട്ടെ. പക്ഷേ എന്നെ മത്സരിച്ച കല്യാണമാണ്. എന്നെ മത്സരിച്ച് എല്ലാ ആൾക്കാരുടെ അടുത്തും ചെന്ന് എന്നെക്കുറിച്ച് മോശം പറയുകയാണ്. അതൊക്കെ കേട്ട് സഹിച്ചാൽ ഞാൻ നിൽക്കുന്നത്. എല്ലാവരും എന്നെ വിളിച്ച് നാണമില്ലേ നിൻ്റെ പൈസ മേടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫോർവേഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഗിരിജ ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു. അവരിപ്പോൾ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്നിരുന്ന മെസ്സേജ് അയച്ചതാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് അവൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, അവൻ എന്നെ വേണ്ട, അവൻ്റെ ചേച്ചിയെ മതി എന്നിട്ട് എന്നോട് പറഞ്ഞു അവനെ ബന്ധം ഒഴിയാണ്, അവൻ്റെ ഫോട്ടോ ഞാൻ കത്തിച്ച് കളയാൻ പോകാമെന്ന് പറഞ്ഞ് അവളോട് മരുമോനോട് വീഡിയോ കോളിൽ കൂടെ എല്ലാം എന്നെ കാണിച്ചിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം മറച്ചു വെച്ച് പെട്ടെന്ന് രജിസ്റ്റർ മാരേജും കല്യാണം നടത്തുന്നത്. എന്തിനാ ചേച്ചി എല്ലാവരും ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സമ്മതമാണ്, വീട്ടുകാർക്കെല്ലാം സമ്മതമാണെങ്കിൽ വീട്ടുകാരെല്ലാവരും സമ്മതമാണ്. ഇവൻ എല്ലാവരോടും പറയുന്നത് ഞാൻ അറിയരുത് അവന് പേടിയുണ്ട്. അവൻ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാത്ത കാരണം അവനെ ഞാൻ എടുത്തിട്ട് അടക്കം അറിയുന്നുണ്ട്. ഇന്നലെ ഷീറ്റോക്സിൻ്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാൻട്രൈക്കാണ്. മാൻട്രൈക്കിൻ്റെ കുൽസിതങ്ങൾ പറയാനാണെങ്കിൽ ഒരു സിനിമയെ പോലൊന്നും ഞാൻ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പേടിയില്ല ചേച്ചി, പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്താലും വേണ്ടിയില്ല. പക്ഷേ എൻ്റെ മോളെ ഓർക്കുമ്പോഴേ ഉള്ളൂ പേടി. മോളെ ഭാവി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ മാത്രമേ ചേച്ചി, ഇവനൊന്നും ആരെയും കൊല്ലാനും മടിയില്ലാത്തവനാണ്. അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇതാണ് സംഭവം. ഇവൻ്റെ പെങ്ങളെയും കുട്ടികളെയും എല്ലാം ഞാൻ അയച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷമായിട്ട് അവളുമായിട്ട് പിണങ്ങി അവിടെ മൂത്ത മോള് വിഷം അടിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആ കുഞ്ഞിന് പേർഷ്യൻ ക്യാറ്റിനെ സൈഡ് മേടിച്ചിട്ട് ആ കുഞ്ഞ് എൻ്റെ കൂടെ നിന്നതാണ്. അതിനുശേഷം ഇവൻ്റെ പെങ്ങളെ കുഞ്ഞ് വിഷം അടിച്ചു, എന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനുശേഷം ഞാൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കാത്തത്, അവരുടെ വീട്ടുകാരെ ഒന്നും സംരക്ഷിക്കാത്ത എല്ലാവരും പറഞ്ഞ് വിട്ടേര്, ഇത് നിനക്ക് തലവേദനയാവുമെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ച് ഞാൻ അതിനെ വിട്ടത്. അത്രമേൽ ഞാൻ ആ കുടുംബത്തിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജനുവരി വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര സ്നേഹം. മാമീന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കാത്ത മക്കളാണ് 4 കുഞ്ഞുങ്ങൾ. പെങ്ങൾക്ക് 4 മക്കളെ. പെങ്ങളെ ഇവന് കണ്ടുകൂടാ. ആ പെങ്ങളെ ഇവന് അവിടെ ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. പെങ്ങളെ അവൻ അടിക്കുകയൊക്കെ ചെയ്തു. ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞതിനൊക്കെ അടിക്കുകയൊക്കെ ചെയ്ത് അയച്ചു. ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല ചേച്ചി, നിർത്തുക.
മനസ്സിന് ഭയങ്കര റിലാക്സ് കിട്ടി. കാരണം നമ്മൾ ഈ ഗൾഫ് രാജ്യത്ത് കിടന്ന് ജോലി ചെയ്ത് നമുക്ക് അതിൽ പോകണമെന്നോ അലോടല്ല. പക്ഷേ ചങ്ക് കൊണ്ട് വരുന്ന ചേച്ചിയിലൊക്കെ കാണുമ്പോൾ ആരോടും എന്ത് പറയണം അറിയാൻ വയ്യാത്തൊരു ചങ്ക് വേദനയായിരുന്നു. എങ്ങനെയാ ചേച്ചി 44 വയസ്സുള്ള വ്യക്തി താലി കെട്ടാൻ പറ്റില്ല ചേച്ചി. 41 വയസ്സുള്ള എന്നെ ത്രൂ പോലെ എടുത്ത് കളഞ്ഞില്ലേ. താലി കെട്ടാതെ വാക്ക് തന്നിട്ട് പൊന്നു പോലെ കൈവെള്ളം ഞാൻ കൊണ്ടുവന്ന ചേച്ചി. ആ മുടിയെല്ലാം ഉരുക്ക് വെളിച്ചെന്നെ ഉണ്ടാക്കി ഞാൻ വളർത്തിയതാ. സങ്കടം കൊണ്ട് പറയുന്നത് ചേച്ചി എനിക്ക് വേണ്ട ഷബീനേച്ചോട് പറയും എനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഒരാളിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കല്യാണം ഒന്നും കഴിച്ചില്ല, പക്ഷേ ഒരു പുരുഷൻ്റെ കൂടെ തന്നെയാണ്. ഞാനൊരു സ്ത്രീയല്ലേ. അയാൾ ഇട്ടിട്ട് പോയതിനു ശേഷം ഞാനൊരു പുരുഷൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിയുടെ പേരൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എനിക്ക് ശാരീരികമായ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഹോർമോൺ ചേഞ്ച് വന്നിട്ട് പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കണ്ടു. അതിനൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു ഡിമാരീസിനെ കുറിച്ച് ഇന്ത്യയിൽ അതിലേക്ക് ബുദ്ധിമുട്ടാണ്, ഡെലിവറി ഒന്നും കൊടുത്താൽ. പക്ഷേ ഞാൻ ആരോ ന്യായീകരിച്ചോട്ട് ചേച്ചി. ഒരിക്കലും ചേച്ചി അതിനെ ന്യായീകരിക്കരുത്. കാരണം ചേച്ചിയുടെ ലൈവ് കാണുമ്പോഴും ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോഴും ഒരു മനസ്സിലൊരു ഭയങ്കര സ്നേഹമുണ്ട്, ഒരു കൂടപ്പുറപ്പെന്നുള്ളപ്പോൾ ചേച്ചി ഭയങ്കര സങ്കടം. കൂടുതലുണ്ട്, ഒത്തിരി വോയിസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും പ്ലേ ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്ലേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ CWCക്ക് കുറേ അധികം വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ചോദിച്ചുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. സോറി, എനിക്ക് നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അധികാരികളുടെ കയ്യിലേ കൊടുക്കുകയുള്ളൂ. ആ കേസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഈ ഒരു വിഷയത്തിൽ ഈ സ്ത്രീക്കൊപ്പം തന്നെ നിൽക്കും. അപ്പോൾ അവർ വേറെ വിവാഹം കഴിച്ചില്ല, പിന്നെ ഇവനെയൊക്കെ നോക്കി കാത്തിരിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പറ്റിച്ച പണം കൊടുക്കണം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗിരിജ ഈ സർക്കസ് അത്രയും കാണിക്കുന്നത്. ഗിരിജ വെറുതെ ഇത് ഇരന്ന് വാങ്ങിക്കുന്നതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. തെളിവില്ലാതെ ഞാൻ ആർക്കെതിരെ ഒന്നും പറയാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, CWC ഇടപെടേണ്ട അനിവാര്യ ഘട്ടമുണ്ടെന്ന് പറയുന്നത്, അവിടെ ഒരുപാട് പ്രാവശ്യം പല പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അടൂർ പോലീസ് സ്റ്റേഷനും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ആ പെൺകുട്ടി അവിടെ വന്ന് അത്രയും സീൻ ഉണ്ടാക്കി ഇട്ടാണ് ആ കുട്ടിയെ തിരിച്ച് വീണ്ടും വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ് അനാഥ കുട്ടിക്ക് ജീവിതം കൊടുത്തു എന്ന ഇതൊക്കെ കാണിക്കുന്നത്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോകുന്ന കണ്ടോ, അവളെ നിർത്തിയിരിക്കുന്ന കണ്ടോ, അത് തന്നെയാണ് അവരുടെ ലൈഫ്. അത് പുറത്ത് പറയത്തില്ല. എന്തുകൊണ്ടെന്നാൽ അതിന് വേറെ വഴിയില്ല. ഇവനല്ലാതെ വേറെ ആരുണ്ട്? ആ കുഞ്ഞിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അതൊക്കെ സഹിക്കുന്നത്. പലരും അതാണ്, സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അനാഥയായ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടത് അവിടെയല്ല, ചെയ്യരുത്. ആ സ്ഥാപനം വെടിപ്പല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേയധികം കാര്യങ്ങളുണ്ട്. വരും ദിവസങ്ങൾ കൂടുതൽ വിഷയങ്ങൾ പറയുന്നതായിരിക്കും. തൽക്കാലം ഇതേ ഉള്ളൂ. ഞാനിത് മിണ്ടാതിരുന്നതിൻ്റെ കാരണം ആരുമായിട്ടും കോംപ്രമൈസ് ചെയ്തിട്ടല്ല. എൻ്റെ ഉദ്ദേശം അവർക്ക് പൈസ കൊടുക്കുക, അവരെ കാര്യം സെറ്റിലാക്കുക. കാരണം അവർക്ക് അർഹതപ്പെട്ടതാണ്. അതിപ്പോൾ അവൾ കൊടുത്തില്ലെങ്കിലും കോടതി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളത് തർക്കമില്ല. അവനെതിരെ അവർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഫലിക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിരുന്നത്. പക്ഷേ CWC കേസ് മനസ്സിലായപ്പോഴത്തേക്കാണ് ഇതിനെതിരെ സംസാരിക്കണമെന്ന് എൻ്റെ കയ്യിലുള്ള തെളിവ് പുറത്തു വിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഒത്തിരിയുണ്ട്. പിന്നെ അവരോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അതൊന്നും ഇപ്പോൾ പബ്ലിഷ് ചെയ്യത്തില്ല. അവരോട് സംസാരിക്കുന്ന, ഇവർ തണുത്തു പോകുന്ന, അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന വോയിസുകൾ ഉൾപ്പെടെ സർവത്രവും ഭദ്രം. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തു വിടുന്നതായിരിക്കും. ഈ ഒരു വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു തിരക്കിലായിരുന്നു. അതിൽ നിന്ന് ഇതിലേക്ക് വരാൻ കുറച്ച് സമയമെടുത്തു എന്നതിനപ്പുറം ഈ ഒരു വിഷയത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. 40 കുട്ടികളാണ് അതിനകത്തുള്ളത്. ഭക്ഷണം അവളുടെ അമ്മയുടെ അച്ഛൻ കൊണ്ട് കൊടുക്കുന്ന പൈസയല്ല, നാട്ടുകാരുടെ പണം തന്നെയാണ്. അത് കാര്യക്ഷമതയോടുകൂടി നടത്തിച്ച് പോകുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വൃദ്ധസദനം കുഴപ്പമില്ല, അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇത് ഒരിക്കലും അനുഭവിച്ചു കൊടുക്കാക്കില്ല. കുട്ടികളെ ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇവളിൽ നിന്ന് കുട്ടികളെ എടുത്തേ മതിയാവും. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അവിടെ കൊടുക്കരുത്. അവിടെ ആഭാസത്തരവും ഈ വൃത്തികേടുമാണ് നടക്കുന്നത്. കുട്ടികൾക്ക് സേഫ്റ്റി ഇല്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് CWCക്ക് ഈ വിഷയം ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. താങ്ക് യു.